അത് പൊതുവെ കേരളത്തിലെ മലയാളികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട് എന്ന് അവകാശപ്പെടുന്ന വിഡ്ഢികളായ മലയാളികൾ എല്ലാ കാലത്തും സത്യസന്ധതയ്ക്ക് എതിരായിട്ടാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അടിയന്തരാവസ്ഥക്കാലത്ത് രാജ്യം മുഴുവൻ കോൺഗ്രസിനെതിരെ നിന്നപ്പോൾ കോൺഗ്രസിന് മുഴുവൻ സീറ്റും കൊടുത്ത മലയാളികളാണ്. അതാണ് മലയാളിയുടെ രാഷ്ട്രീയ പ്രബുദ്ധത. കേന്ദ്രം കഴിഞ്ഞ 3 ടേമായിട്ട് BJP ഭരിക്കുമ്പോഴും BJPക്കൊപ്പം നിന്ന് BJPക്ക് വേണ്ടി MPമാരെയും മന്ത്രിമാരെയും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാത്തവരാണ് മലയാളികൾ. അതുപോട്ടെ, ഞാൻ BJPയോടുള്ള വിരോധം അല്ലെങ്കിൽ BJP അകറ്റി നിർത്താൻ ശ്രമിക്കുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് കേരളത്തിൽ 2021 ശരിക്കും UDF ആയിരുന്നു അധികാരത്തിൽ വരേണ്ടത്. ഇപ്പോഴും ഈ രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളും മറ്റ് പല പ്രബുദ്ധരും പറയുന്നത് ഒന്നാം പിണറായി സർക്കാർ വളരെ ഭേദമായിരുന്നു, രണ്ടാം പിണറായി സർക്കാരാണ് മോശമെന്നാണ്. സത്യത്തിൽ ജനകീയമായ വിഷയങ്ങളിലുള്ള ഇടപെടൽ നോക്കിയാൽ രണ്ടാം പിണറായി സർക്കാരാണ് കുറച്ചുകൂടി ഭേദം. പക്ഷേ ഏറ്റവും അഴിമതിയും ഏറ്റവും സ്വജനപക്ഷപാതവും ഏറ്റവും കൃത്യവിലോപവും കാട്ടിയ ഒന്നാം പിണറായി സർക്കാരിന് 99 സീറ്റ് കൊടുത്ത് തുടർഭരണം നൽകിയവരാണ് മലയാളികൾ. അന്ന് ശരിക്കും അർഹതപ്പെട്ടത് UDFനായിരുന്നു. ആ 2021 റിസൾട്ട് ശരിക്കും UDFന് അനുകൂലമായിട്ടായിരുന്നു സംഭവിക്കേണ്ടിയിരുന്നത്. രമേശ് ചെന്നിത്തലയായിരുന്നു അന്ന് മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്നത്. എന്നാൽ 2026 LDFന് തന്നെയാണ് തുടർഭരണം അർഹതപ്പെട്ടത്. അത് വലിയ ഭൂരിപക്ഷത്തിലല്ല, കൃത്യമായ ജനവിരുദ്ധമായ സ്വജനപക്ഷപാതപരമായ കൃത്യവിലോപം കാട്ടിയിട്ടുള്ള മന്ത്രിമാരടക്കം പരാജയപ്പെടുകയും എന്നാൽ 75-76 സീറ്റോടുകൂടി LDF തുടർഭരണം നേടുകയുമാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ സംഭവിക്കേണ്ടത്. പക്ഷേ ആ രീതിയിൽ മലയാളികൾ വോട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം മലയാളി എല്ലാ കാലവും മുഖത്തല്ല ചന്തിക്കാണ് പൗഡറിട്ട് ആഘോഷിക്കുന്നത്, എന്നിട്ട് സ്വയം പ്രബുദ്ധരെന്ന് വിളിക്കുകയും ചെയ്യും. അത്തരം വിഡ്ഢിത്തമാണ് മലയാളികൾ കാണിക്കുന്നതെന്ന് PC ജോർജ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണയും ഒരു പക്ഷേ മതവർഗീയ വോട്ടിൻ്റെ ഒരു ഏകീകരണം കാരണം ഒരു 75 സീറ്റ് കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് നേടിയെടുക്കാൻ പറ്റിയേക്കാം ലീഗിൻ്റെ സഹായത്തോടെ. കോൺഗ്രസിന് വോട്ടൊന്നുമില്ല, ലീഗും പിന്നെ കേരളത്തിലെ മുസ്ലിം വോട്ടുകളും പറഞ്ഞ പോലെ NIA വന്ന് റെയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ ED റെയ്ഡ് ചെയ്ത് കുറേ പോപ്പുലർ ഫ്രണ്ടുകാരെയും കുറേ മുസ്ലിം നേതാക്കളെയൊക്കെ കേന്ദ്രസേന പിടിച്ചുകൊണ്ട് പോയത് പിണറായി വിജയൻ്റെ കൂടി അർത്ഥസമ്മതത്തോടെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം സമൂഹം കേരളത്തിലുണ്ട്. ആ മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഈ അവസാന നിമിഷങ്ങളിൽ കുറച്ച് ഹിന്ദു അനുകൂല പ്രസ്ഥാനങ്ങളും നീക്കങ്ങളുമൊക്കെ എടുത്തതും ജമാഅത്ത് ഇസ്ലാമിക്ക് വിരുദ്ധമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ നടത്തിയതും. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞു വന്നത് ഇതല്ല. 2016 മുതൽ 2021 വരെ തോമസ് ഐസക് ധനമന്ത്രിയായിരുന്ന ആ കാലത്ത് രൂക്ഷമായ അഴിമതിയായിരുന്നു കേരളത്തിൽ നടന്നിരുന്നത്. രൂക്ഷമായ അഴിമതി. കോവിഡിൻ്റെ പേരിൽ ഉണ്ടാക്കിയെടുത്ത ചില പ്രതിരോധ നടപടികളും ഒരു പ്രൊമോഷനുകളും PR വർക്കും കാരണമാണ് അന്ന് ജയിച്ചതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ 2ാം ടൈമിന് ശേഷവും പിണറായി 3ാം ടൈമിലേക്ക് വേണ്ടി തുടർഭരണം ആവശ്യപ്പെടുമ്പോഴും പിണറായിക്കെതിരെ നമ്മൾ ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങളും എല്ലാ വിമർശനങ്ങളും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുന്ന മാസപ്പടി കേസ്, കരിമണൽ കടത്ത കേസ്, എന്തിന് ശബരിമലയിലെ സ്വർണ്ണ മോഷണം, ദ്വാരപാലക വിഗ്രഹ മോഷണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്നതാണ്. സ്വർണ്ണക്കടത്ത്, നമ്മളിപ്പോൾ ഈ പ്രധാനമായിട്ടും ഇപ്പോഴും പിണറായിക്കെതിരെ LDFനെതിരെ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട എല്ലാ ആരോപണങ്ങളും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്നതാണ്. ശരിക്കും 2ാം പിണറായി സർക്കാർ കുറച്ചുകൂടി ജനകീയമായിട്ടുള്ള രീതിയിൽ അവരുടെ തെറ്റുകൾ തിരുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലെങ്കിലുമാണ് പ്രവർത്തിച്ചതെന്ന് പറയേണ്ടി വരും. കാരണം 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ചെയ്ത ഒരു ജനവിരുദ്ധമായ നടപടിയായിരുന്നു കേരയിൽ. 2ാം പിണറായി സർക്കാർ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കിഫ്ബിയിൽ നിന്ന് ആവശ്യത്തിന് കുറേ പൈസ കടമെടുക്കാൻ പറ്റി. പക്ഷേ 2ാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടം ആയപ്പോഴത്തേക്കും ആ കിഫ്ബി എന്ന് പറയുന്നത് കൂടി പൊതുകടത്തിൻ്റെ ഭാഗമാക്കി മാറ്റി കേന്ദ്ര ഗവൺമെൻറ് ചട്ടപ്രകാരം. അത് കാരണം വലിയ കളികൾ കളിക്കാൻ പറ്റില്ല, കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. പക്ഷേ എങ്കിലും കേന്ദ്ര ഗവൺമെൻറ് നല്ല രീതിയിൽ സഹായിച്ചു. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ 2ാം പിണറായി സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റി. പക്ഷേ കേരളയിൽ പോലൊരു പദ്ധതി കൊണ്ടുവരാനുള്ള സാമ്പത്തിക ശേഷി കേരളത്തിലില്ല. അത് മനസ്സിലാക്കി. സാധാരണ CPM 20 വർഷം അല്ലെങ്കിൽ 30 വർഷം കഴിയുമ്പോഴാണ് തൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നത്. ആദ്യമായിട്ടാണ് 2022 കൊണ്ടുവന്ന കേരളയിൽ നിന്നൊരു പദ്ധതിയുടെ തെറ്റ് അവർക്ക് സ്വയം മനസ്സിലായി 1-2 വർഷത്തിനുള്ളിൽ അവർ തിരുത്തുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിനോടുകൂടി കേരളത്തിലെ ജനങ്ങൾ കേരളയിൽ എത്രത്തോളം എതിർക്കുന്നെന്ന് മനസ്സിലാക്കി തിരുത്തി. 2019 യുവതീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് CPM നേരിട്ട രൂക്ഷമായ ജനവിരുദ്ധ വികാരം അവർ മനസ്സിലാക്കി. 2019 ആ സമയത്ത് അവർ മോഷ്ടിച്ചതാണ്
ആ മോഷണത്തിനെതിരായിട്ട് അവർ നടത്തിയ പാപപരിഹാരമാണ് ക്ലിഫ് ഹൗസിലെ കാലിത്തൊഴുത്തും ചാണകക്കുഴിയും ഈ അയ്യപ്പ സംഘവും ഒക്കെ. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അത്തരം തിരുത്തലുകൾ വരുത്താൻ തയ്യാറായിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് രണ്ടാം പിണറായി സർക്കാർ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും രണ്ടാം പിണറായി സർക്കാർ അനുകൂലമായിട്ടുള്ളൊരു വികാരം ഉണ്ടാകേണ്ടതാണ്. എന്നാൽ വീണ ജോർജ് പോലെയുള്ള, ശിവൻകുട്ടി പോലെയുള്ള, പി രാജീവ്, പിന്നെ നിരവധി മന്ത്രിമാരുണ്ട്, പേരെടുത്ത് പറയാൻ പറ്റുന്ന മന്ത്രിമാരുണ്ട്. മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ വളരെ മോശമായിരുന്നു. അത്തരം മന്ത്രിമാർ പരാജയപ്പെടുകയും എന്നാൽ പിണറായി വിജയന് 75 സീറ്റിൽ താഴെ അല്ലെങ്കിൽ 76 സീറ്റിൽ താഴെ നിലനിൽക്കുന്ന രീതിയിലൊരു ഭൂരിപക്ഷം കൊടുക്കുകയുമാണ് യഥാർത്ഥ രാഷ്ട്രീയ മലയാളികൾ ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിന് വോട്ട് കൊടുത്ത, ഇത്രയും അഴിമതികളും സ്വജനപക്ഷപാതവും അക്രമവും എല്ലാം കാട്ടിക്കൂട്ടിയ ഒന്നാം പിണറായി സർക്കാരിന് 99 സീറ്റോടെ രണ്ടാം ഭരണം കൊടുത്ത മലയാളി 2026 വ്യത്യസ്തരാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ജാതി മത വർഗ അടിസ്ഥാനത്തിൽ, മുസ്ലിം ഏകോപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതിനോടൊപ്പം മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്ന ഞരളത്ത് ഹരിഗോവിന്ദനെ പോലെയും നമ്മുടെ ഏഷ്യാനെറ്റിലെ അബ്ജൂദ് വർഗീസിനെ പോലെയുള്ള ആ ചിന്താഗതിയുള്ള മതേതര ക്രിസ്ത്യൻ, മതേതര ഹിന്ദുക്കൾ ഈ കോൺഗ്രസിന് വോട്ട് കൊടുത്താൽ കോൺഗ്രസിനും ഒരു പക്ഷേ 75 സീറ്റിൽ താഴെ ജയിച്ചേക്കാം. പക്ഷേ എങ്കിലും 75 സീറ്റ് കൊണ്ട് ഒരിക്കലും വി ഡി സതീശന് മുഖ്യമന്ത്രിയാവാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. 75 സീറ്റ് മാത്രമേ ലഭിക്കുന്നുള്ളെങ്കിൽ കെ സി വേണുഗോപാലും ഈ 5 വർഷം ഈ മുൾക്കിരീടം എടുത്ത് തോളിൽ വെക്കാനും ചുമക്കാനും ആഗ്രഹിക്കില്ല. അതിനേക്കാൾ സുഖം ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയെ സോപ്പിട്ട് അംഗീകാരമാണെന്ന് അദ്ദേഹം കരുതും. കാരണം 75 വർഷം ഈ ഇത്രയും കുറഞ്ഞ എം എൽ എമാരെ കൊണ്ട് ഈ കടിപിടി കൂടുന്ന യു ഡി എഫിനെ നയിച്ചുകൊണ്ട് പോകുക എന്നുള്ള അത്ര ഈസിയുള്ള കാര്യമല്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ മുൾക്കിരീടം 75 സീറ്റിൽ താഴെയാണ് യു ഡി എഫ് കിട്ടി എങ്ങാനും ഭരണത്തിൽ വന്നാൽ രമേശ് ചെന്നിത്തലയുടെ തലയിലേക്ക് ആ മുൾക്കിരീടം പോകാൻ സാധ്യതയുണ്ട്.